ശിവ സ്ട്രീംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ ഒരു ഈവനിങ് ആണ് കേട്ടോ ഇത് കാണിക്കുന്നത്. ഇതിൽ ആ ചാക്ക് കെട്ടുണ്ടല്ലോ, അതെന്താണെന്ന് വെച്ചാൽ നെല്ലാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം നെല്ലാക്കിയത്. അപ്പോൾ അത് പിന്നെ പൊടി മില്ലിൽ കൊണ്ടുപോയിട്ട് നെല്ല് കുത്താനായിട്ട് ഏട്ടൻ പോയി കേട്ടോ. ഞാനാണെങ്കിൽ സൊസൈറ്റി പാലും കൊണ്ടുപോയി കേട്ടോ. അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ കാണുന്ന അച്ഛനും കൂടി വീട്ടിൻ്റെ ഇറയത്തിരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ കുട്ടികളെയും കൂട്ടിയിട്ട് കൊപ്രയാക്കാനായിട്ട് പോയി കേട്ടോ. പിന്നെ ഞാനും പോയപ്പോഴത്തേക്കും അച്ഛൻ തിരിച്ചു പോയി. കൊപ്ര എടുത്ത് പിന്നെ ശ്രീകുട്ടനും ശിവതയും കൂടി കൊപ്രയൊക്കെ എടുത്ത് വെക്കാനായിട്ട് നോക്കലാണ്. ഇത് കുറേ ദിവസമായിട്ട് ഉണക്ക് കിട്ടി കേട്ടോ, നല്ല ഉണക്ക് കിട്ടി കൊപ്രയ്ക്ക്. അതുകൊണ്ട് തന്നെ പിന്നെ ഇനിയിപ്പം നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കത് ശരിക്കും എണ്ണയൊക്കെ ആക്കാനായിട്ടുള്ള പാകത്തിനൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ശ്രീകുട്ടനും കൂടി അത് കൊപ്രയെല്ലാം എടുത്ത് അടുക്കി വെക്കലാണ്. ഒരുവിധം വെയിലെല്ലാം തീർന്നു, വെയിലെല്ലാം മാറി, തണൽ വന്നു. ചിലപ്പോൾ മഴക്കാറുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം തന്നെ കൊപ്രയെല്ലാം എടുത്ത് ഞാനും ഓനും കൂടി എല്ലാം എടുത്ത് വെക്കുകയാണ് കേട്ടോ ചാക്കിലേക്ക്. ശിവത അവിടെ നിന്നുകൊണ്ട് വീഡിയോ പിടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവളെ കാണാൻ പറ്റാത്തത്. അങ്ങനെ ഞാനും അവനും കൂടി, അവനാണെങ്കിൽ ഇതെല്ലാം ചെയ്യാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഈ ജോലിയൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി ചെയ്യലാണ് കേട്ടോ. രണ്ട് കുട്ടികളും അങ്ങനെ തന്നെയാണ്, രണ്ടുപേരും അങ്ങനെ അതൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് രണ്ടുപേർക്കും. പിന്നെ ഞാനായി വീഡിയോ പിടിക്കില്ല. അപ്പോൾ പിന്നെ ശിവതയും അവൻ്റെ ഒപ്പരം കൂടി രണ്ടുപേരും കൂടി ആയി പിന്നെ അടുത്ത കൊപ്ര എടുത്തിടൽ കേട്ടോ. ശരിക്കും ഇത് പാകമായ കൊപ്രയാണ്, ശരിക്കും ആയിട്ടുണ്ട്. തേങ്ങ നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്, പൂപ്പലൊന്നും വന്നിട്ടില്ല. പൂപ്പൽ ഉണ്ടായിരുന്ന എല്ലാം പോയി കിട്ടി. ഇപ്പം ഇന്നത്തേക്ക് ഒരു 8 ദിവസമൊക്കെ ആയി വെയിൽ കൊള്ളുന്നു കേട്ടോ. ഉള്ള വെയിൽ നമ്മൾ എല്ലാ ദിവസവും ഇടാറുണ്ട്. എല്ലാ ദിവസവും ഇട്ടില്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ പൂപ്പൽ കൂടും, അതുകൊണ്ട്. പക്ഷേ നോക്കുമ്പോൾ കണ്ട നല്ല കൊപ്രയാണ്. ഇനിയിപ്പോൾ നമ്മൾ പിറ്റേന്ന് തന്നെ പോയിട്ട് കൊപ്ര ഇതാക്കി വെക്കും, എണ്ണയാക്കാനായി. ഇനി ഉണക്കേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ അടുത്തത് പരിപാടി എന്ന് വെച്ചാൽ കൊപ്ര ആക്കിയ ഷീറ്റ് ഉണ്ടല്ലോ, അത് പിന്നെ കുടഞ്ഞ് മടക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോഴത്തേക്കും ഞാൻ ആ കൊപ്ര പതുക്കെ എടുത്തിട്ട് മേളിൽ കയറ്റി വെക്കാനായിട്ട് നോക്കലാണ് കേട്ടോ. കുറച്ച് കനമുണ്ട്, അതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല. പതുക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ കുട്ടികളുടെ ഒപ്പരം ഷീറ്റ് മടക്കാൻ കൂടി കേട്ടോ. ഷീറ്റ് അവിടെ ഇട്ടിട്ട് വരാൻ പറ്റില്ലല്ലോ, ഇപ്പം മഴയൊക്കെ നനഞ്ഞാൽ പിന്നെ നമുക്കത് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഷീറ്റെല്ലാം മടക്കി കൊട്ടി മടക്കി എല്ലാം എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി വെക്കുവാണ് കേട്ടോ. വലിയ ഷീറ്റായതുകൊണ്ട് കുറച്ച് ഇത്, പക്ഷെ അവന് നല്ല മടക്കാനൊക്കെ നല്ല പരിചയമുള്ള പോലെ ചെയ്തുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഇതിന് അവൻ നന്നായിട്ട് വേഗം മടക്കി, ഷീറ്റ് മടക്കി ഞാനതെല്ലാം കൊണ്ടുപോയി വെച്ച് കേട്ടോ ഷീറ്റ്. അങ്ങനെ നമ്മുടെ കൊപ്ര അടുക്കിപ്പെറുക്കി വെക്കലെല്ലാം പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഈ സമയം ഏകദേശം ഒരു 4:30 മണി കഴിഞ്ഞു കേട്ടോ. 4:30 5 മണി ആകാനായി, 5 മണിയോട് അടുപ്പിച്ചായി കേട്ടോ. എന്നിട്ട് പിന്നെ കുട്ടികൾ അങ്ങോട്ടേക്ക് പോയി. ഞാനും പിന്നെ അത് ഗ്രിൽസ് പൂട്ടിയിട്ട് ഞങ്ങൾ 3 പേരും കൂടി പോയി കേട്ടോ. ആകാശം ശരിക്കും പറഞ്ഞാൽ നല്ല സ്കൈ, നല്ല നീല കളറാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ആകാശം കാണാനായിട്ട്. മുരിങ്ങക്കായ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരുവിധം വലിയ മുരിങ്ങക്കായ ആയി, നമ്മൾ കുറേ പറിച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോൾ കുട്ടികൾ കുന്നുംപുറത്താണ് ഉള്ളത്. അപ്പം ശ്രീകുട്ടൻ നമ്മുടെ കടച്ചിക്കുട്ടിക്ക് പുല്ല് കൊടുക്കലാണ്. അത് തിന്നുന്നുമുണ്ട് കേട്ടോ. ശ്രീകുട്ടൻ പിന്നെ വലിയ പശുക്കൾക്കൊക്കെ പുല്ല് കൊടുക്കലാട്ടോ. അവനതൊക്കെ ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. അവനതെല്ലാം വാരി കൊടുക്കുന്നുണ്ട്. പക്ഷെ കഴിച്ച പുല്ല് നല്ലപോലെ പശുക്കൾ കഴിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും കഴിക്കാത്തത് പശുക്കൾ. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ബാക്ക്
ബാക്ക് ഭാഗമാണ്, അടുക്കള ഭാഗത്തൊക്കെ ഇതാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ എൻ്റെ അടുത്ത പണിയെന്ന് വെച്ചാൽ കഴുകിയിട്ട തുണി, ഉണങ്ങിയ തുണികളെല്ലാം എടുത്ത് വെക്കലായിരുന്നു കേട്ടോ. മഴ വരാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇത് പിന്നെ തുണികളെല്ലാം എടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ അതിൻ്റെ ഫ്രണ്ടിൽ മുറ്റത്ത് കുറച്ച് പുല്ലായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അരിഞ്ഞാലോ എന്ന് എഴുതിയിട്ട് അച്ഛൻ അതൊക്കെ അരിയാനായിട്ട് പോകലാണ് കേട്ടോ, കത്തി എടുത്തിട്ട്. കുട്ടികളപ്പോൾ അമ്മ പുല്ലരിയാൻ പോകുന്നുണ്ട് പശുക്കൾക്ക്. അപ്പോൾ അമ്മേൻ്റെ ഒപ്പരം പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കല രണ്ടുപേരും കേട്ടോ. പിന്നെ നോക്കുമ്പോഴത്തേക്കും അമ്മ അങ്ങോട്ട് പോയപ്പോൾ ഇവർ രണ്ടുപേരും പിന്നാലെ പോയി കേട്ടോ. കുട്ടികൾ രണ്ടുപേരും പിന്നാലെ പോയി. അവർ പുല്ലരിയാൻ വേണ്ടിയിട്ട് അവർ കളിക്കാൻ പോകുന്നതാണ്. അമ്മ പുല്ലരിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും തിരിച്ചു വരും കേട്ടോ. അങ്ങനെ അപ്പോൾ ശിവതയ്ക്ക് തലയിലിടാനായിട്ട് എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ബോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ എന്നിട്ട് അവളും പോയി കേട്ടോ. പിന്നെ ഞാനും അച്ഛനുമാണ്. അച്ഛൻ അവിടെ പുല്ലരിയാൻ അച്ഛനും പോയി. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അവർ പോകുന്നത് കാണാൻ പറ്റും ഇതിന് വഴി. അവരങ്ങ് കുറച്ച് ദൂരെയുള്ളൊരു പറമ്പിലാണ് പുല്ലരിയാനായിട്ട് പോകുന്നത്. അപ്പോൾ അമ്മയുടെ കയ്യും പിടിച്ച് രണ്ടുപേരും പോയി കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ നോക്കുമ്പോൾ അച്ഛൻ ആ സൈഡിൽ നിന്ന് കുറേ മുള്ളൻ കാട് പടർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അച്ഛൻ വെട്ടിക്കളയാനായിട്ട് നോക്കലാണ്. അവിടെ ഫുള്ള് കാട് പിടിച്ച പോലെയായി കേട്ടോ. ഈ മരം അതിനടുത്തുള്ളതാണ്. ഇത് വലിയ മാവാണ് കേട്ടോ. അതുകൊണ്ട് 10-50 വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ ഈ മാവിന്. അത്രയും ഹൈറ്റും ഉണ്ട് വെയിറ്റും ഉണ്ട് കേട്ടോ ഈ മാവിന്. നാട്ടുമാങ്ങയാണ് കേട്ടോ. ഇതിൽ നിന്ന് ഒരുപാട് നാട്ടുമാങ്ങ കിട്ടും. ഇതിൻ്റെ മാങ്ങ തിന്നാൻ നല്ല സൂപ്പറാണ് കേട്ടോ. ഇതിൻ്റെ തോലിനൊക്കെ നല്ല സോഫ്റ്റാണ്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലെ കാടാണ് അച്ഛൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ കുറേ വെട്ടി കേട്ടോ, കുറച്ച് സമയം കൊണ്ട് തന്നെ. പക്ഷെ നല്ല മുള്ളാണ്. അതുകൊണ്ട് തന്നെ അച്ഛന് കയ്യിലൊക്കെ കുത്തുന്നുണ്ടെന്നൊന്നും ശ്രദ്ധിച്ചിട്ടാണ് അച്ഛനത് അരിയുന്നത്. മുള്ളുള്ള കാടാണ് അവിടെ വരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അമ്മയൊക്കെ തിരിച്ചു വന്നേ. എന്നിട്ട് പിന്നെ നമുക്ക് കഴിക്കാൻ ഇന്ന് വൈകിട്ട് കപ്പയായിരുന്നു കേട്ടോ. കപ്പ നമ്മുടെ പറമ്പിലെ കപ്പ തന്നെയാണ്. അമ്മ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു കപ്പ പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ. അങ്ങനെ അമ്മ കപ്പ തോലൊക്കെ പൊളിച്ച് കപ്പയൊക്കെ ഇതാക്കി വെക്കലാണ്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു. മുറ്റമടിച്ച് വാരലും അതെല്ലാം കഴിഞ്ഞു. ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു. പിന്നെ അപ്പം നോക്കുമ്പോൾ കപ്പയിലിടാനായിട്ട് പച്ചമുളകും കരിവേപ്പിലയും ഇല്ല. അപ്പോൾ സന്ധ്യയായി കേട്ടോ, ഇരുട്ടിയേ. ഒരു 6:30 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അമ്മ പറഞ്ഞിട്ട് പച്ചമുളകും കരിവേപ്പിലയും പറിക്കാൻ പോവാണേ. ഇത് നമ്മുടെ അടുക്കളേൻ്റെ പിന്നെ അപ്പുറത്തുള്ള പച്ചമുളകിൻ്റെ ഇതാണ് കേട്ടോ. കുറച്ച് മുളക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുവേ. അതിൻ്റെ അകത്തുണ്ട്, കുറച്ച് മുളകുണ്ട്. പക്ഷേ ഇരുട്ടായതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല കേട്ടോ. എല്ലാം പച്ചപ്പ് പോലെ തോന്നണേ. അങ്ങനെ കണ്ട കുറച്ച് 5-6 പച്ചമുളക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടി. അത് ഞാനിങ്ങനെ പറിച്ചെടുത്തോണ്ടിരിക്കുവാണേ. സമയം 6:30 കഴിഞ്ഞ് 6:45 ആകാനായി കേട്ടോ. പക്ഷേ നല്ല ഇരുൾ വെച്ചു. ചെറിയൊരു മഴക്കാർ ഒക്കെ ഉണ്ടേനു. അപ്പോൾ അങ്ങനെ ഞാൻ ആ പച്ചമുളകെല്ലാം അതിൻ്റെ അകത്തുനിന്ന് ഒരു 5-6 ചുവട് പച്ചമുളകുണ്ട് അവിടെ. അതെല്ലാം അതിൻ്റെ അകത്ത് കണ്ടതെല്ലാം ഞാൻ പറിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഇനി അടുത്തത് എനിക്ക് കരിവേപ്പില പറിക്കാനായിട്ട് പോകണം. അപ്പോൾ കരിവേപ്പില പറിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി കേട്ടോ. ശരിക്കും ഇതിൽ ഈ പച്ചമുളകൊന്നും കാണാൻ പോലും കിട്ടുന്നില്ല. പിന്നെ ഇടയ്ക്ക് റെഡ് ചുവന്നതായിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഞാനിപ്പോൾ പറിച്ചെടുക്കുന്നത് കേട്ടോ. ചുവന്ന കളറിൽ കാണുന്നതിലാണ് പറിച്ചെടുക്കുന്നത്. പച്ചയൊന്നും കാണാൻ പോലും കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ കരിവേപ്പിലയും കൂടി പറിച്ചു കേട്ടോ. അതിൻ്റെ അകത്തുനിന്ന് അപ്പുറത്തെ സൈഡിലാണ് കരിവേപ്പില. അത് പറിക്കാനായിട്ട് പോയി. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇത് കുറേ കുഞ്ഞു കുഞ്ഞു കരിവേപ്പിലയുടെ തൈയാണ് കേട്ടോ. അവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. അത് പക്ഷേ ഇപ്പം അതിൻ്റെ അകത്ത് അത് മുറിച്ച് കളഞ്ഞ ശേഷം പിന്നെ കിട്ടത്തില്ല. പിന്നെ അതെല്ലാം കൊണ്ട് കൊടുത്തു. പിന്നെ പ്രാർത്ഥിച്ച ശേഷം കപ്പയൊക്കെ ആക്കി. അമ്മ അപ്പോഴത്തേക്കും കപ്പയൊക്കെ ആക്കി. കുളിച്ചിട്ടൊക്കെ വന്നിട്ട് കപ്പയൊക്കെ ആക്കി. കുട്ടികൾ കപ്പയും അതൊക്കെ കഴിച്ചു തുടങ്ങി കേട്ടോ. നമ്മളതൊക്കെ കഴിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.